ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ട്രാവലിംഗ് ആണ്. കുറേ സ്ഥലങ്ങൾ പോകാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇറങ്ങിയതാണ്. അപ്പോൾ കാഷ്വലായിട്ട് കംഫർട്ടബിളായിട്ട് വണ്ടിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി സാരി ഉടുത്ത് തരണമെന്ന് ആരും പറയരുത്, കാരണം വണ്ടി ഓടിക്കാൻ സാരി ഉടുത്ത് ബുദ്ധിമുട്ടാണ്. എനിവേ, ഞാൻ നേരത്തെ എനിക്കൊന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. എനിക്ക് ഏറ്റവും ഭയങ്കര കംഫർട്ടബിളും ഏറ്റവും ഇഷ്ടമുള്ളൊരു ഔട്ട്ഫിറ്റാണ്. സോ അതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ ബാഗുകളൊക്കെ എടുക്കട്ടെ. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. എല്ലാ സാധനങ്ങളും മറക്കാണ്ട് എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇതൊക്കെ ഇത്രയും പെട്ടിയും ബാഗ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവം ഞാൻ ഒരു മാസത്തേക്ക് എവിടേക്ക് പോകുന്നത്. ഒരു മാസത്തേക്ക് അല്ല പോകുന്നത്, വളരെ കുറച്ച് ദിവസം മാത്രം. സോ എനിക്ക് ആവശ്യമുള്ള തിങ്സ് എല്ലാം എനിക്ക് വേണമെന്ന് നേരത്തെ അടുത്ത വീഡിയോ പറഞ്ഞ എനിക്കൊരു നിർബന്ധമാണ്. അതുകൊണ്ട് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം പോകെ പോകെ നമ്മുടെ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കാണാം. എപ്പോഴും ഈ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെളിയാവും. ഇപ്പം രാവിലെ കൂടി കഴുകിയിട്ടേ ഉള്ളേ. എനിവേ എല്ലാ സമയത്തും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ചെളിയാവും കേട്ടോ. എനിക്കാണെങ്കിൽ ഇത്തിരി ചെളി പറ്റുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമാണ്. അയ്യോ, ചെളി പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമാണ്. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ഞാനും കങ്കും കൂടെ കഴുകി, വണ്ടി കഴുകി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു മഴയുടെ കോളും ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ മഴയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചെളിയാവും. മറ്റേ കാറാണെങ്കിൽ അധികം ചെളി ആയിക്കഴിഞ്ഞാൽ അറിയത്തില്ല. ബ്ലാക്ക് ആയതുകൊണ്ട് ചെളി ചെറുതായിട്ട് പറ്റിയാലും അറിയും. ഇത് കാറിൻ്റെ കവറാട്ടോ. അപ്പോൾ നമുക്ക് ബാഗ് എടുത്ത് വയ്ക്കാം. അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ആണ്. അതുപോലെ തന്നെ ഈ ട്രോളി ബാഗിന് നല്ല വെയിറ്റും ഉണ്ട്. അമ്മേ, അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. എനിക്ക് വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് വെച്ചിട്ട് ഓക്കെ. ഇതെൻ്റെ കയ്യിൽ വയ്ക്കുന്ന ബാഗ്, എൻ്റെ ഹാൻഡ് ബാഗ്. ഓക്കെ, ബാഗെല്ലാം എടുത്ത് വെച്ച് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കണ്ണൻ കോട്ടയത്ത് നിന്നാണ് കയറുന്നുണ്ടായിരിക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് വീട്ടിലോട്ട്. ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. എനിവേ പോവാം. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടേ കാണിക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇടയ്ക്ക് വെച്ച് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പാട്ടൊക്കെ കേട്ട് ഇനി ഒരു വൈബിൽ അങ്ങ് പോവാം അല്ലേ. ഞാനൊരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയായിരുന്നു. എത്തിയിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി. ദെൻ ഇവിടെ വന്നിട്ട് ഇറങ്ങുവാണ്. കോട്ടയത്ത് വീട്ടിൽ നിന്ന് പോവാണ്. റെഡിയായി. അപ്പോൾ എൻ്റെ ഫോണ് ഞാൻ കൈമാറും. വീണ്ടും എൻ്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. എന്താ രാത്രി നമ്മൾ എത്ര മണിയായി? 10 മണിയായപ്പോഴാണ് കേട്ടോ ഇറങ്ങുന്നത്. 10 മണിയായപ്പോൾ ഞങ്ങളിത് ഇറങ്ങി ഇവിടുന്ന്. സ്വെറ്ററൊക്കെ ഇട്ടത് ഇറങ്ങുന്നത്. സ്വെറ്ററൊക്കെ ഇട്ട് തണുപ്പ് ചെറിയൊരു ഊട്ടിയിലേക്കാണ് പോകുന്നത്. നല്ല സ്വെറ്ററൊക്കെ ഇട്ട് നിന്നു. എന്റെ പൊന്നെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് കുറെ ആയില്ലേ കണ്ടിട്ട്? വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് അല്ലേ? അതെ, കുറെ അവർക്ക് വിശേഷം ചോദിക്കാന്നില്ലായിരുന്നു. അവള് കാണുന്നുണ്ടായിരുന്നു. നമ്മള് വിശേഷമൊക്കെ ചോദിച്ചു നിങ്ങൾ കാണുന്നില്ലായിരുന്നു. വണ്ടി എടുത്തപ്പോഴാണല്ലോ എല്ലാവരും ഉറ്റുനോക്കിയതാണല്ലേ. ഉറ്റുനോക്കിയ അപ്പൊ തന്നെ ന്യൂസും വന്നു, സീമ വിനീതും ഹസ്ബൻഡും പിരിഞ്ഞു, ഡിവോഴ്സായി. എവിടെ പോയെന്ന് ഹസ്ബൻഡിനെ കാണുന്നില്ലോ കുറെ നാളായിട്ടൊന്ന്. ഡിവോഴ്സായി. പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണ്ടേ? എന്റെ സോളോ റീൽസിൽ പോലും ചേട്ടൻ എന്താ ഈ റീൽസിൽ ഇല്ലാത്തത്, ചേട്ടൻ എന്താ ഈ റീൽസിൽ ഇല്ല, ചേട്ടൻ എന്താ ഈ റീൽസിൽ ഇല്ലാത്ത. അതൊക്കെ പോട്ടെ. സോ നമ്മള് ആ കാര്യം വിടും. ആൾക്കാർ പറയുന്ന അവിടെ കിടക്കട്ടെ. നമ്മള് പോകുന്ന കാര്യം, വണ്ടി എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പ്. ഞങ്ങൾ ഒരുമിച്ചുള്ള ലോങ്. അതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയ ട്രിപ്പ് നടത്തിയായിരുന്നു. പിന്നെ കൊട്ടാരക്കര ആറന്മുളയും പോയതാണ് വലിയ ട്രിപ്പ്. അതായത് ഞങ്ങൾ വന്നിട്ടുള്ള ആദ്യത്തെ ട്രിപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വണ്ടിയെടുത്ത് അങ്ങനെ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. അതെ,
സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. വീട്ടിൽ നല്ല ചോറും അമ്മ അവിയലും പിന്നെന്താ കോവയ്ക്ക തോരനൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ രാത്രിയാകുമ്പോൾ സുഖമായിട്ട് ഓടിക്കാമല്ലോ, മാറി മാറി രണ്ടാൾക്കും രാജകീയ പ്രൗഢിയിൽ വിരാജിക്കുന്ന പോലെ തോന്നുന്ന എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എനിക്കും കണ്ണനും കൂടിയിട്ട് അല്ലേ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ണൻ നേരത്തെ പോയിട്ടില്ല, പോയിട്ടില്ല. ഞങ്ങൾ രണ്ടാളും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പൊ ഈ കൊട്ടിയൂരിലേക്കാണ് യാത്ര. ഞാൻ ഇത്ര നേരം എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ കൊട്ടിയൂരാണ്, പിന്നെ കണ്ണൂര് ഉള്ള ബാക്കി കുറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ കുറെ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ കണ്ണൻ പോയിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? പരശുംകട പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. പരശുംകട പോയിട്ടുണ്ട്. പരശുംകടവ് കുറെ സമയം പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പാണെന്ന് തോന്നുന്നു. അപ്പം ആശാൻ സ്വെറ്ററൊക്കെ എടുത്ത് ഞാൻ എന്താ ഇതൊക്കെ എടുക്കുന്നത്? സ്വെറ്റർ അല്ല ഇത് മറ്റേ ഇതിന് മേളിടുന്ന ഒരു ഇതാണ്. എന്തുവാ? ഇതിപ്പോ പകലിടുന്ന സാധനമാണ്. ഞാൻ നൈറ്റ് ഇട്ടുന്നുള്ളൂ. ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മളിടുന്ന മേളിൽ ഓർക്കൗട്ട് രാത്രി. കാര്യം എന്ന് പറഞ്ഞാൽ ആ അകത്തിട്ടേക്കുന്ന ഷർട്ട് തീരെ മറ്റേ നേർത്ത ഒരു ഷർട്ടാണ് അകത്തിട്ടേക്കുന്നത് അല്ലേ? അതെ, ഒരു അങ്ങനത്തെ ഷർട്ടാണ് അകത്തിട്ടേക്കുന്നത്. അപ്പോൾ അത് അത്ര തണുപ്പ് പിടിക്കാത്ത ഷർട്ടാണ്, പൂക്കി ഷർട്ടാണ്. തണുപ്പ് പിടിക്കുന്നതാണ്. തണുപ്പ് പിടിക്കുന്നതെന്ന് വെച്ചാൽ തണുപ്പ് കൂടുന്നതല്ലേ? അതെ, തണുപ്പ് കൂടുന്ന ഷർട്ടാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൂക്കി ഷർട്ട് ഇട്ടേക്കുന്നത്. പക്ഷെ നമുക്ക് അതുവഴി കയറിയതായിരുന്നു കേട്ടോ. ലൊക്കേഷൻ കണ്ടോ, ഇങ്ങനെ കറങ്ങി അങ്ങോട്ടാണ് കാണിക്കുന്നത്. നമ്മൾ അവിടെ മുകളിൽ കയറിയിട്ട് ഇങ്ങോട്ട് പോകാനാണ് പറയുന്നത്. എനിക്കറിയില്ല അതെന്താ ആയിരിക്കും. അങ്ങനെ നമുക്ക് ആ റോഡിൽ ഈ കട്ടർ റോഡ് ആണോ? അല്ല, മറ്റേ റോഡ് നമ്മള് മേളിലേക്കുള്ള വഴി കയറിയതായിരുന്നു ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ. അതെ അതെ അതെ, എളുപ്പമായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാനായിരുന്നു നേരത്തെ പ്ലാന്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പം നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലല്ലേ, അത് ചിലപ്പം ഉച്ചയ്ക്കായിരിക്കും ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പോയി പിന്നെ അവിടെ പോസ്റ്റ് ആവണ്ടല്ലോ, പയ്യെ ആടിപ്പാടി ഇങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ എന്നുള്ള വെച്ചിട്ട്. പറയും വിശേഷങ്ങൾ, പറയും മാറ്റങ്ങൾ, പറയും നിങ്ങളുടെ മാറ്റങ്ങൾ ആളുകൾ അറിയാൻ കാത്തിരിക്കും. എനിക്കൊരു മാറ്റമില്ല എന്നെ കാണുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തുവാ എവിടെ സീമ എവിടെ? ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സമാധാനം. ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ ചെന്ന് എനിക്ക് നിൽക്കാൻ പറ്റുമോ? ഇടയ്ക്ക് രണ്ടുപേരോട് ആണോ അല്ലെന്ന് ഞാൻ പറയാം. പക്ഷെ അവർക്കറിയാം ഞാനത് അല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ഇടയ്ക്ക് പറയാം രണ്ടുപേരും. പക്ഷെ അവർക്ക് മനസ്സിലായി, അവരെന്നിട്ട് ചിരിച്ചിട്ട് പോവുകയും ചെയ്തു. ഓക്കെ, കൊള്ളാം. നിങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മളെ പള്ളി എത്തി, അരുവിക്കുഴിപ്പള്ളി. അങ്ങനെ നമ്മള് പോണ വഴിയിൽ ബാക്കി വിശേഷങ്ങൾ എല്ലാം ഒരുമിച്ച് പറഞ്ഞു തീർത്താലോ? പതിയെ പറയാം. പതിയെ ഓരോ സ്ഥലത്തിലും പറയാം. പതിയെ ഞങ്ങള് വിശേഷങ്ങൾ പറയാം. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. പുതിയ ഡ്രൈവർ ജോയിൻ ചെയ്തു. ഞാൻ ഇനി കുറച്ച് അതെ അങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ട് തണുത്ത് വിറച്ച് കഴിഞ്ഞ് ഇനി എനിക്ക് കുറച്ച് നേരം വിശ്രമിക്കണം, ഉറങ്ങണം. എനിക്ക് ഇച്ചിരി നേരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അതെ, നൈറ്റ് ഡ്രൈവ് ഇപ്പോൾ പൊളിക്കാൻ വേണ്ടി പോവാണ് സോനിവേ. ഏകദേശം നമുക്ക് ഇനി ഒരു 300 കിലോമീറ്ററിനകത്താണ് കാണിക്കുന്നത്, കണ്ണൂര് കാണിക്കുന്നത്. ഞാനൊരു 45 കിലോമീറ്റേഴ്സോളം ഞാൻ ഓടിച്ചു, ദെൻ കൊടുത്തു. ഇനി ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ ജോയിൻ ചെയ്യും അല്ലേ? വണ്ടിയുടെ ഒരു മെഷറും കാര്യങ്ങളും ഒക്കെ ഒന്ന് കയ്യിലൊന്ന് സ്വായത്തമാക്കാനുണ്ട്. അങ്ങനെ ഹൈറ്റ് ഒന്നും മാറ്റുന്ന കാര്യമില്ല. ഇവർക്ക് എനിക്ക് ഒരേ ഇതായതുകൊണ്ട് സീറ്റിന്റെ ഹൈറ്റ് ഒക്കെ സെയിം, ലെങ്ത് കാലിന്റെ ഇച്ചിരി. അങ്ങനെ ഞങ്ങള് കണ്ണൂരേക്ക് എത്തി, ഹോട്ടലിലേക്ക് എത്തി. കുറച്ച് നേരത്തെ എത്തി, ഞങ്ങൾ 5 മണിയായപ്പോൾ എത്തിയായിരുന്നു കേട്ടോ.
early ചെക്കിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 മണിക്കാണ് നമുക്ക് ഇവിടെ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് എന്താ പറയുക, early ചെക്കിങ് ചെയ്തു. റൂമൊക്കെ കൊള്ളാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇവർക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് വളരെ കുറവാണ്. പാർക്കിങ് സ്പേസ് ഇല്ല. അങ്ങനെ പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ റൂമിലേക്ക് കയറാൻ ഇച്ചിരി വൈകി. നല്ല റൂമാണ് കേട്ടോ, റൂം കൊള്ളാം, അടിപൊളിയാണ്. പക്ഷേ കണ്ണൂർ സെൻറ്ററിൽ തന്നെയായിട്ടാണ്. പക്ഷേ പാർക്കിങ് മാത്രം ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ബാഗെല്ലാം എടുത്ത് വെച്ചു. കണ്ണന് ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ചായ കുടിച്ചിട്ട് വരുമ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയുള്ള റൂമാണ് കേട്ടോ. റൂമൊക്കെ കൊള്ളാം. പക്ഷെ പാർക്കിങ് മാത്രം ഭയങ്കര മോശം. പാർക്കിംഗ് ഇല്ല. ആകെ 2-3 വണ്ടി പാർക്ക് ചെയ്യാം. അതിനിടയിൽ ഷോപ്പുകളും കാര്യങ്ങളും. കണ്ടോ, നേരം പുലർന്ന് വരുന്നുണ്ടേ. കറക്റ്റ് കണ്ണൂരിൻ്റെ സെൻറ്ററിലാണുള്ളത്. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. ഏറ്റവും ടോപ്പിലാണ് സ്റ്റേ കിട്ടിയതും അതെല്ലാം ഓക്കെ. പക്ഷെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിൻ്റെ മാത്രമുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പാർക്കിംഗ് വളരെ ശോകമായിപ്പോയി. അടിപൊളി ലിവിങ് ഏരിയയും എല്ലാം കൊള്ളാം കേട്ടാ, നല്ല രസമുണ്ട്. കാരണം അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മളെ ബാഗ് കണ്ടോ, ലഗേജൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആ 3 ബാഗ് വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇറങ്ങി. ഇത് ഈ കണ്ണൻ്റെ ബാക്കിൽ തൂക്കുന്ന ഒരു ബാഗ് കൂടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് തിങ്സൊക്കെ ആയിട്ട്. ഇപ്പം അത്യാവശ്യം 2-3 ദിവസത്തേക്കാണ് വന്നതെങ്കിൽ ഞങ്ങൾ ഒരു 4 മാസത്തേക്കുള്ള ബാഗും കൊണ്ടാണ് കേട്ടോ വന്നത്. ഈ കണ്ണൻ വന്നിട്ട് വിശേഷങ്ങളാണ്. ഞാൻ ബാത്റൂം കണ്ടില്ല. എപ്പോഴും ബാത്റൂം വാവും, നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, ഇതെല്ലാം ഗുഡാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ പാർക്കിംഗ് ആണ്. നമുക്ക് വണ്ടി ഇടാനുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റീസ് വളരെ കുറവാണ്. ഇനി ഒരു സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, അതാണ് ഇനി ഏറ്റവും അധികം വേണ്ട കാര്യം. നമ്മൾ ശരിക്കും കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയും സുരക്ഷിതമായിട്ട് സേഫായിട്ട് ഇടാൻ പറ്റുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി സമാധാനം കിട്ടുന്നത്. എനിക്ക് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും, വർക്കിന് പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ എവിടേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ പാർക്കിംഗ് എനിക്ക് നല്ല ഗുഡായിരിക്കണം. ഇപ്പോൾ പുതിയ വണ്ടി എടുത്തപ്പോൾ മാത്രമല്ല, പഴയ വണ്ടിയാണെങ്കിലും എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഒരു അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മളതങ്ങനെ സേഫാക്കി ഇടണം. ഇങ്ങനെ ഇവർ പറയും കീ തന്നു കഴിഞ്ഞാൽ അവർ ഇത് എന്താ പറയുക, അവരത് സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കെന്തോ കീ കൊടുക്കുന്നതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം പല ഹോട്ടൽസിലും നമ്മൾ ചിലപ്പം ഡിന്നർ കഴിക്കാനൊക്കെ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാനൊക്കെ പോയിട്ട് കീ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ പറയാം അവർ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞ് കീ കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല വണ്ടികളും ഭയങ്കര റാഷായിട്ട് ഡ്രൈവ് ചെയ്ത് അവർ കൊണ്ടുവരാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താ പറയുക, സ്വെറ്ററൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. തണുക്കുന്ന കുട്ടി സ്വെറ്ററൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞു ചായ കുടിക്കാനായതാ. നമ്മളെ ഇവിടുത്തെ പാർക്കിങ്ങിന്റെ ദുരന്തർ കഥ ഞാൻ പറയായിരുന്നു. പക്ഷെ റൂമും ഇതൊക്കെ നല്ലതാണ്, പാർക്കിംഗ് നല്ലതല്ല എന്ന് പറയാം. ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ ആകെ 2 വണ്ടി, ആകെ 3 വണ്ടികളാണ് സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിങ്ങിലാണ് ഗൈസ് ഇട്ടേക്കുന്നത്. എങ്ങനെ ദുരവസ്ഥ. എന്നിട്ട് അവിടുന്ന് മാക്കാനെ 2 കൂടെ നടന്നു 6 കിലോമീറ്റർ നടക്കണം ഇങ്ങോട്ട്. റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് 500 മീറ്റർ മതി. 500 മീറ്റർ പൊട്ടെടുത്ത നീറാ. പിന്നെ എനിക്കതൊക്കെ വലിയ ദൂരമായിട്ടാ തോന്നിയത്. എന്താ വാങ്ങിയ കഴിക്കാൻ? ഉഴുന്ന് വട. ഓ ഗ്യാസ്. പത്തിരി കഴിക്കാം. ഞാൻ കോഫി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ കോഫി ഉണ്ടാക്കി കുടിക്കും. നിങ്ങൾ അവിടെ ഡോക്ലയിൽ പോയിട്ട് ചായയും കുടിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലൊരു കാര്യം. കൊള്ളാം ചായ? നല്ല ചായ. ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു. ഞാൻ പറഞ്ഞു റൂമൊക്കെ കാണിച്ച് അടിപൊളിയാന്ന് പറഞ്ഞു. സൂപ്പറാണ്. അല്ലെ, റൂം ലിവിംഗ് ഒക്കെ സൂപ്പറാ. ഇവിടെ ഒരു പാർക്കിങ്ങിന്റെ ഡ്രോബാക്ക് ഞങ്ങൾ 5 മണിക്ക് വന്നാണ് 7 മണിയാവുന്നു പാർക്കിംഗ് കിട്ടി ഉറങ്ങാൻ പോകുന്നത്. അയ്യോ അടിപൊളി.
ശരി എന്നാ. ഓക്കേ, അപ്പൊ രാവിലെ കാണാവേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് വെച്ചാൽ ഇവിടെ 11 മണി ആകാറായി. ഉറക്കം എണീറ്റപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ കോംപ്ലിമെൻ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവർ അത് കളക്ട് ചെയ്ത് തരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ ഓർഡർ ചെയ്തു. ഇവിടുന്ന് നല്ല റേറ്റിംഗ് ഒക്കെ എടുത്തൊരു കടയിൽ നിന്ന് ഓർഡർ ചെയ്തു. മസാല ദോശ, കണ്ണന് ഗീ മസാല ദോശ, എനിക്ക് നോർമൽ മസാല ദോശ. പക്ഷെ എനിക്ക് ഇഡ്ഡലി ആയിരുന്നു പ്രിഫറൻസ്. മസാല ദോശ ചിലപ്പം ഭയങ്കര ഓയിലി അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ വല്ലതും ആയിരുന്നിരിക്കാം ചിലപ്പം. മേ ബി കുറച്ച് നേരം ഉറങ്ങി നന്നായിട്ട്. കണ്ണൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഞാൻ ഒന്ന് ബ്രഷൊക്കെ ചെയ്തു എല്ലാവർക്കും കഴിഞ്ഞ് രാവിലത്തെ സ്കിൻ റൊട്ടീൻ ചെറുതായിട്ടൊന്ന് നോക്കി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. കുറേ ബിൽഡിങ്സ് അത് മാത്രമേ ഉള്ളൂ. പക്ഷെ കണ്ണൂർ സെൻറ്ററിലാണ്, ടൗണിലാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പക്ഷെ റൂമൊക്കെ നല്ലതാണ്, കൊള്ളാം. പാർക്കിംഗ് ഇല്ലാതെ ഒറ്റ കാര്യമേ ഉള്ളൂ. ആ ഫുഡ് കൊണ്ടുവന്ന ആ സൊമാറ്റോയുടെ ആൾ പറഞ്ഞു അയാൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് അകത്തോട്ട് കയറിയാണ്. കാരണം ഏതോ 2 വണ്ടി കടന്നിട്ട് ബ്ലോക്കായി, അയാൾക്ക് വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എനിവേ കാണാം. കണ്ണ് വരട്ടെ, ഫ്രഷായിട്ട് വരട്ടെ, ബ്രഷ് ചെയ്യാനൊക്കെ പോയിരിക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഉറങ്ങിയിട്ട് വേണം അടുത്ത വൈകുന്നേരത്തെ പ്ലാനിങ്സ്. കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ. കണ്ണന് കോഫി ഉണ്ട്. ചൂടുണ്ടോ കോഫി? പല്ലൊക്കെ തേച്ചിട്ട് പേപ്പർ ഫ്ലാസ്കിലാണ് കോഫി. അയാൾ കൊണ്ടുവരാൻ തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. എനിവേ ഞാൻ എന്തായാലും കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. മൊബൈലിൻ്റെ ചാർജർ വയറല്ലേ ഇത് കാണാ ഈ ഇവിടെ ഇരിക്കുന്നത്? എന്തായാലും ഒന്ന് വാഷ് ചെയ്യാം കെറ്റിൽ. ചിലപ്പോൾ ഇവിടെ ഇതെങ്ങനെ ഓക്കെ, ഇതെങ്ങനെ തുറക്കുന്നതെന്ന് ഞാൻ നോക്കിയത്. ബട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി, തുറക്കാൻ പറ്റും. കോഫി ചൂടാക്കണോ? സോ കണ്ണന് കോഫി ഇതൊന്ന് ഓപ്പൺ ചെയ്യാമോ? കൊണ്ടുവന്നു കോഫി. മറ്റേ എന്താ പറയുക, നമ്മുടെ ഫിൽറ്റർ കോഫി ഒരു പേപ്പർ ഇതിലാക്കിയിട്ട് കൊണ്ടുവന്നു. ബോട്ടിലേക്ക് അറിയത്തില്ല പറഞ്ഞു. നിങ്ങളെന്താ അങ്ങനെ കാണിക്കത്തെ? ഞാനോ അപ്ഡേറ്റ് ചെയ്ത്? നിങ്ങളെ സൂമിങ് കാണിക്കാത്ത എന്താണെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതെന്തെങ്കിലും വേറെ ഇട്ടേക്കുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടായിരുന്നു ഓർക്കാം. കൂർക്ക വലിക്കാത്ത പോലെയാണ് കേട്ടാ. ഒട്ടും കൂർക്ക വലിക്കാത്ത. ഞാനോ സൈലന്റ് ആയിട്ടാണ് ഉറങ്ങിയ? ആ അയ്യോ സത്യം. ആ അതെ, നടുവേദന ഉണ്ടായിരുന്നു കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ട് അല്ലേ. പക്ഷെ കൊള്ളാം, സ്റ്റേ കൊള്ളാം അല്ലേ. പാർക്കിങ്ങിന്റെ ഒരു ഇത് മാത്രം ഒഴിച്ചു കഴിഞ്ഞാലേ ആണെങ്കിൽ നല്ല സൂപ്പർ ഇതാ. അതെ, കോഫി ചൂടാക്കണ്ട കുടിക്കോ? ചൂട് കാണാൻ ചാൻസ് കുറവാണ്. പേപ്പർ ഇതായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ കോഫി കുടിക്കാം. മിൽക്കും ഷുഗറും ഒന്നുമില്ലാത്ത സൺറൈസിൻ്റെ കോഫി. കണ്ടോ, ഈ കണ്ടെയ്നറിലാണ് കോഫി വന്നത് കേട്ടോ. ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട് അവിടെ. അത് കൊള്ളാം. പക്ഷേ കോമളവിലാസം ഹോട്ടൽ രസമുണ്ട്. എൻ്റെ നോർമൽ മസാല ദോശ കേട്ടോ. മണത്ത് നോക്കി ഏതൊക്കെയാണ്? അതാ ഞാൻ പറഞ്ഞ രണ്ടും ഒരുപോലെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് ഈ ദോശ എടുത്ത് പുറത്തേക്ക് വെക്കുക, അകത്തേക്ക് പുറത്തേക്ക്. പക്ഷെ രണ്ടും കാണാൻ ഒരുപോലെ ഉണ്ടല്ലോ, എങ്ങനെ അറിയാൻ പറ്റും? രണ്ടിന്നും കഴിച്ചു നോക്ക് നിങ്ങൾ. എനിക്ക് മസാല പോർഷൻ വേണ്ടായിരുന്നു. കണ്ടിട്ട് ഏതാ? ഇതാണോ ഗീ? ഞാൻ മണത്ത് നോക്കട്ടെ.
ഈശ്വര മാസം കണ്ടുപിടിക്കുന്ന അവസ്ഥയാണല്ലോ മസാല ദോശ. ഇതാണ് ഗീ. അല്ല ഞാൻ കഴിച്ചു നോക്കാം. നിങ്ങൾ കഴിച്ചു നോക്കോ? നിങ്ങൾ കഴിച്ചു നോക്കേ. അങ്ങനെ മസാല ദോശ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മസാല ദോശയായിരുന്നു. ഇനി ഒരു കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു മുടി ദേ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ? എല്ലാ മുടിയും കൊഴിഞ്ഞ് സങ്കടമാണ് ശരിക്കും പറഞ്ഞു മുടി കൊഴിയുമ്പോൾ. ഓക്കെ, കാണാം. ഇച്ചിരി ഉറക്കം ഇച്ചിരി കൂടിപ്പോയി. അങ്ങനെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. 2:30 ആകുമ്പോൾ റെഡിയായി കഴിയുമെന്ന് വെച്ച് 2:30 ആയപ്പോഴാണ് ഉറക്കം എണീറ്റത്. രണ്ടാമത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കിടന്നിട്ട് ഉറങ്ങിയിട്ട് ഇച്ചിരി ഉറക്കാൻ കിട്ടും. ഇനി ഹരിബറിയായിട്ട് തുണി അയൺ ചെയ്തില്ല, അത് അയൺ ചെയ്തു. ഒന്ന് സാരി ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് അയൺ ചെയ്തു. പിന്നെ ഫുഡ് വന്നിട്ടുണ്ട്. ലഞ്ച് കഴിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ലഞ്ച് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കണ്ണൻ അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ നടക്കും. കഴിച്ച ഉടനെ കുളിക്കാനും പറ്റത്തില്ല. കാരണം ഫുഡ് കഴിച്ച ഉടനെ കുളിക്കാൻ പാടില്ല എന്ന് എന്തൊക്കെ ആളുകൾ പറയുന്നതാണ് എനിക്കറിയത്തില്ല. നമ്മളപ്പോൾ ഫുഡ് കഴിച്ച ഉടനെ കുളിക്കത്തില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. എന്തായാലും ഒരു സന്ധ്യയ്ക്ക് മുന്നേ പോയി കഴിഞ്ഞാലേ അവിടുത്തെ ഇതെല്ലാം കാണാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് 2 സ്ഥലങ്ങളിൽ പോകണമെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. നോക്കട്ടെ. ലഞ്ച് ബോക്സ് തുറക്കുന്നു. എന്താണ് ലഞ്ച്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുറന്നിടത്തോളം എനിക്ക് മതിയായി. ഇനി ലഞ്ച് തുറക്കാൻ പോകും. കഴിക്കണം കേട്ടോ. ഒരുപാട് എനിക്ക് ഇത്തിരി മതി ചോറ്. തുറക്കട്ടെ. സാമ്പാർ, പിന്നെ എന്തോ ഒരു എരിശ്ശേരി പോലത്തെ ഒരു കറി, ഒരു ഇച്ചിരി തോരൻ, ഒരു ശകലം വെച്ചിട്ടുണ്ട്, നെല്ലിക്ക അച്ചാർ. അതൊന്ന് കഴിക്കാൻ. അങ്ങനെ അമ്പലത്തിൽ പോകാൻ 2 റെഡിയായി. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമല്ല, ഞങ്ങൾ സിമ്പിളായിട്ട് റെഡിയായി. ഞാൻ ഓൺലൈനിൽ വാങ്ങിയൊരു സാരി ആട്ടോ കൊടുത്തേക്കുന്നത്. ഒരു 350 രൂപയുടെ സാരിയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഒരു സാധാരണ ഷർട്ടും ഇട്ട് ഞങ്ങൾ സിമ്പിളായിട്ട് റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വണ്ടി എടുത്തിട്ട് വരണം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അല്ലേ? സോ അപ്പോൾ പോയി വണ്ടി എടുത്തിട്ട് വാ. ഞാനപ്പോൾ എത്താറാകുമ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ താഴേക്ക് ഇറങ്ങും. കാരണം അവിടെ ഒത്തിരി നേരം നിർത്തിയിടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ പോയിട്ട് വാ. ഞാൻ എൻ്റെ ബാഗിൽ വെച്ചേക്കാം. ഫോണുണ്ടോ? എങ്കിലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. പേഴ്സും ജീപ്പ് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചേക്കാം. അപ്പോൾ റെഡിയായി സിമ്പിളായിട്ട് കേട്ടോ. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യണം. നല്ല സാരിയാണോ, ഇഷ്ടപ്പെട്ടോ? ഒരു ബാങ്കിലിട്ടും രസമുണ്ട്. കുറേ നാളായിട്ട് കണ്ടു കിട്ടാതിരുന്ന ആളെ കൂടി കണ്ടു കിട്ടി കേട്ടാ, ജ്യോതി. എത്ര കല്യാണത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഇങ്ങ് കണ്ണൂർ വരേണ്ടി വന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങ് കണ്ണൂരേക്ക് വരുത്തിച്ച് കാണാൻ വേണ്ടിയിട്ട്. പറ, എന്തോന്നും മിണ്ടാത്തത് വ്ളോഗ്. സോ അപ്പോൾ ജ്യോതിയാണ് എല്ലായിടം അമ്പലത്തിലേക്കൊക്കെ കൊണ്ട് കാണിക്കാനും ഒക്കെ ആയിട്ട്. ജ്യോതിക്ക് ഇവിടെ എല്ലായിടും അറിയാം. ജ്യോതിയുടെ നാടാണ്. സോ വീട്ടിലേക്കൊന്നും വിളിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾ പോവും. ശരി, വണ്ടി എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടേക്ക് പോവാം. റൂം ബ്ലോക്ക് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇത് വണ്ടി പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ടൊരു വലിയൊരു സങ്കടം. ഞങ്ങൾ അമ്പലത്തിൽ പോവാനിറങ്ങി. അങ്ങനെ കണ്ണൂർ വഴിയുള്ള ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, കണ്ണൂർ ഭയങ്കര പാടാ. റോഡ് ഭയങ്കര കൺജസ്റ്റഡാ. ഇച്ചിരി ബ്ലോക്ക് ആണല്ലേ. അതല്ല നമ്മള് കൺഫ്യൂഷൻ ആവും. കണ്ണൂര് അതൊക്കെ ഇപ്പൊ പറയും കണ്ണൂർ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ. കണ്ണൂർ സൂപ്പറാണ്, അടിപൊളിയാണ്. കണ്ണൂർ സൂപ്പറാണ്. പക്ഷെ ഫുഡൊക്കെ നല്ലതാട്ടോ. വെച്ചതായാലും രാവിലെ വെച്ചതൊക്കെ ആയാലും നല്ല ഫുഡൊക്കെ. ഇഷ്ടമായോ കുട്ടി? ഒരു ഓട്ടോ ഇതാണ് കണ്ണൂർ വണ്ടി ഏലേ കൂടെ കയറ്റി കൊണ്ട് പറയാൻ പറ്റത്തില്ല. വണ്ടി കയറ്റി കൊണ്ടുപോകും. അതാണ് അവർക്കൊരു ഓർഡർ. നമ്മുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിതില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കൂട്ടി കയറ്റും. അതെ,
ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഒക്കെ കണ്ടോ ടൂ വീലറൊക്കെ എന്റെ പൊന്നെ പേടിയാവുന്നത് കാണുമ്പോ അല്ലേ. പക്ഷേ ബാക്കിയുള്ള സിറ്റീസിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഓട്ടോയൊക്കെ ഇത്രയും നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ് കൂടുതൽ ഇവര് കയറി വരിക അല്ലേ വണ്ടികള്. എനിവേ കൊള്ളാം. നേരത്തെ ഇറങ്ങണം 4 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വെച്ച് 4:45 40 മിനിറ്റ്സ് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. കണ്ണൂരുള്ള കൂട്ടുകാരെ, നമുക്ക് കണ്ണൂരുള്ള എല്ലാവരും കമന്റ് ചെയ്യൂ. നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ചു പോയി വീട്ടിലെത്തിയിട്ടായിരിക്കും വീഡിയോ കാണുന്നത് നിങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉണ്ടോയെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ എത്തിയിട്ടായിരിക്കും ഇവിടുന്ന് ഉണ്ടാവുക. തിരിച്ചിരിക്കുന്നുണ്ട്. ജ്യോതിഷ് എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വണ്ടിയുടെ യാത്ര? ജ്യോതിഷ് ആദ്യമായിട്ടാണ് കയറുന്നത് അല്ലേ? അതെ. അങ്ങനെ ഈ വണ്ടിയിലും കയറാനുള്ള ഭാഗ്യം ജ്യോതിഷിന് ലഭിച്ചിരിക്കുന്നു. നമ്മൾ കവർ പോലും മാറ്റിയില്ല. ഈ ആൾക്കാർ ഇനിയിപ്പോൾ കമന്റ് ചെയ്യായിരിക്കും ഇത്രയും നാളായിട്ട് കവർ മാറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ പുതുമ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആരോ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ മലയാളീസ് ഇങ്ങനെ കുറെ നാൾ കവറും പോയി ചോദിച്ചുകൊണ്ട് നടക്കുന്നു. ഞങ്ങൾ ഷോറൂമിൽ ഇത്തവണ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് കിടക്കട്ടെ എന്നിട്ട് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ സീറ്റ് കേടാവും. അല്ലെ സത്യം അങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചായിരുന്നു, അക്ഷയനോട് ചോദിച്ചായിരുന്നു ഈ കവർ മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി കുറച്ച് ദിവസം കൊണ്ട് കിടക്കട്ടെ എന്നിട്ട് മാറ്റിയാൽ മതി. അതൊരു പൊങ്ങച്ചമായിട്ട് നിങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ കാണിക്കണം, ഇത് പുതിയ വണ്ടിയാണ് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതിക്കോ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് കണ്ണൂർ വന്നിട്ട് പെരളശ്ശേരി അമ്പലത്തിലേക്കാണ് കേട്ടോ. പെരളശ്ശേരി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അറിയണമെന്നില്ല. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഓ സൈനബ പാട്ടിലൊക്കെ ഉള്ള ഒരുപാട് കൽപ്പടവകളൊക്കെ ഉള്ള ഒരു വലിയ കുളമുള്ള ആ അമ്പലമാണ് കേട്ടോ. അപ്പോൾ പെരളശ്ശേരി അമ്പലത്തിലേക്കാണ് ആദ്യം വന്നത്. നാളെ ഞങ്ങൾ കൊട്ടിയൂരേക്ക് പോവുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പെരളശ്ശേരി അമ്പലത്തിലും അതുപോലെ തന്നെ മാമാനംകുന്ന് ക്ഷേത്രത്തിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഈ രണ്ടിടത്തേക്കുമാണ് ഇന്ന് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്ത് രസമാണ് അത്. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. കാരണം നല്ല മഴയൊക്കെയുള്ള സമയമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. ആ മഴയൊക്കെയുള്ള സമയത്താണ് കേട്ടോ നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പ്രത്യേക ഒരു ഫീലായിരുന്നു, പ്രത്യേക ഒരു വൈബായിരുന്നു. നിറയെ മത്സ്യങ്ങളുണ്ട്, പല വിവിധ കളേഴ്സിലുള്ള നല്ല ഇതായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയൊരു മഴയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഒരു റഷ്, ഭയങ്കര ഒരു തിരക്കില്ലായിരുന്നു. എന്നാൽ കൂടി നമ്മൾ സന്ധ്യ ആവാൻ ഒരുപാട് ഇങ്ങനെ വൈകിയാണ് എത്തിയത്. സന്ധ്യ ആവാറായപ്പോഴാണ് എത്തിയത്. ഇനി നമുക്ക് വേറെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ എല്ലായിടവും ഒന്ന് കണ്ടു തൊഴുതു. ഒത്തിരി ആളുകൾ ഇവിടെ വന്നപ്പോഴും ഒരുപാട് ആൾക്കാർ, പരിചയമുള്ള ആൾക്കാർ വന്നു, സംസാരിച്ചു, ഫോട്ടോ എടുത്തു. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. എല്ലായിടത്തും അറിയുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ അതൊരു സന്തോഷമാണ്. ആ കുളത്തിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ പറയാതിരിക്കാൻ വേണ്ടി കേട്ടോ. ആ പാട്ട് കാണുമ്പോൾ എനിക്കൊന്നും ഒത്തിരി പാട്ടുകളിലോ പാട്ട് സീനിലോ അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി ആൾക്കാർ സേവ് ദ ഡേറ്റ് വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കാൻ വരാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മളിവിടെ ക്ഷേത്രത്തിൽ വന്നു, പായസ വഴിപാടൊക്കെ കഴിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു, വഴിപാടുകളെല്ലാം ചെയ്തു. അപ്പോൾ പായസത്തിൻ്റെ വഴിപാട് കഴിപ്പിച്ചപ്പോഴത്തേക്കും പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേക ഒരു നമ്മളെ നാട്ടിൽ അവിടെ കിട്ടാത്ത തരത്തിലുള്ള പ്രത്യേക ഒരു പായസം, അമ്പലത്തിലെ പായസം. അമ്പലത്തിലെ പായസം കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണല്ലോ. അത് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെ ഉണ്ടാക്കാൻ കിട്ടുന്ന സ്വാദല്ല അമ്പലത്തിലെ പായസം. അങ്ങനെ അവിടെയൊക്കെ തൊഴിൽ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ വൈകുന്നേരമുള്ള ചെറിയൊരു എന്താ പറയുക, അമ്പലത്തിലെ പ്രസാദ ഊട്ടെന്ന് പറയില്ല, വൈകുന്നേരത്തിന് എന്താണെന്ന് പറയുന്നത്, ഒരു സന്ധ്യ സമയത്താണ് നമ്മൾ എത്തിയത്. അതിനെന്താ പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അവിടുന്ന് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണെന്ന് തോന്നുന്നു, ഉപ്പുമാവും ഒരു അച്ചാറും ഒക്കെ കൂട്ടിയിട്ട്. പക്ഷേ ഇവിടുത്തെ കോഫിയാണ് കേട്ടോ, നല്ലൊരു ചുക്ക് കോഫി കിട്ടി. അത് നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾ ആ ഒരു മഴയൊക്കെ നനഞ്ഞ് നിൽക്കുന്നുണ്ട് ആ കോഫി കിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. വേറെ എവിടെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു കോഫി കിട്ടുമെന്ന് തോന്നുന്നില്ല. അതൊരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല പോലെ തൊഴാൻ പറ്റി. രണ്ടമ്പലത്തിൽ രണ്ടിടത്ത് നല്ല പോലെ തൊഴാൻ പറ്റി. പിന്നെ പ്രസാദം കിട്ടി.
നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രം അല്ലേ? നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും സൂപ്പർ ആയതെന്ന് അറിയാമോ? ഒരു കാപ്പി കിട്ടി. സൂപ്പർ. ഞങ്ങളത് ആശിച്ചിരുന്നതായിരുന്നു. അടിപൊളി. വിശപ്പുണ്ടായിരുന്നു. ഗോതമ്പിന്റെ ഒരു ഉപ്പാവ് അതും കഴിച്ചു. ഞങ്ങൾ ഇത്തിരി അങ്ങനെ ഒരു പ്രസാദം പോലെ, അങ്ങനെ ക്വാണ്ടിറ്റിയിലല്ല, ഒരു ജസ്റ്റ് ഒന്ന് അതും കഴിച്ചു. നല്ല ഭംഗിയായിട്ട് തൊഴുതു. രണ്ടാളും പായസമൊക്കെ കിട്ടി. ജ്യോതിഷിന് ഇവിടെ ഭയങ്കര ഡിമാൻഡാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഭയങ്കര നല്ല ടീച്ചായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത അമ്പലത്തിലേക്ക് പോകണം. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിട്ട്. ചെറിയ മഴ ഉണ്ടായിരുന്നെങ്കിലും സൂപ്പറായിട്ട് തൊഴുതു. അടിപൊളിയായിട്ട് മഴ ഇതിലുമായിട്ട് തൊഴാൻ പറ്റി. ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും തൊഴുന്നത് അല്ലേ? പെരളശ്ശേരി, പിന്നെ ക്ഷേത്രവും പിന്നെ മഹാവിഷ്ണു ക്ഷേത്രം രണ്ടിടത്തും. അതെ, തൊഴുതു. പ്രസാദം കിട്ടി, പായസം കിട്ടി. അതെ, പായസം ഉണ്ട്. പ്രതീക്ഷിക്കാതെ കാപ്പി കിട്ടി. പായസം നല്ല പായസം, ചൂട് പായസം. പായസം, അതെ, അമ്പലത്തിലെ പായസവും നല്ലതായിരുന്നു. എനിക്ക് അങ്ങനെ ഭംഗിയായിട്ട് ദർശനം കിട്ടി. ഇനി ഞങ്ങൾ പോകുന്നത് മാമാനം ദേവീക്ഷേത്രം അല്ലേ? ദേവീക്ഷേത്രം, അവിടേക്കാ പോകുന്നത്. ഗൈഡ് കൂടെ ഉണ്ട്. ഞങ്ങളെ 25 കിലോമീറ്റർ ഉള്ളിലല്ല. ഞങ്ങളെ ഗൈഡ് കൂടെ ഞങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് മമ്പറം വഴി മമ്പറം ബാബയെ കുറിച്ച് നിങ്ങൾക്കറിയോ? തുടങ്ങി ഏതോ സിനിമ കഥയും കൊണ്ട് മമ്പറം ബാബ. അത് മമ്മൂട്ടിയുടെ സിനിമയിലാണ്. നല്ലിയേട്ടല്ല. ഓക്കെ, ഫ്രീസിന്റെ കഥാപാത്രത്തിനാണ് മമ്പറം ബാബ. അതൊക്കെ ഇവിടുന്നാണല്ല, എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ ഇവിടുന്നാണ് ഈ എഴുതുന്ന മൊത്തം, ഈ സ്ഥലങ്ങളിലെല്ലാം. അതാണ് നമുക്ക് അറിയത്തില്ല ഓരോ സ്ഥലപ്പേരുകൾ കേൾക്കുന്നത്. കൂടുതലും ഇങ്ങോട്ട് പാലക്കാട്, കണ്ണൂരൊക്കെ. അപ്പൊ ഇങ്ങോട്ട് സാറ് ഡ്രൈവ് ചെയ്തു, അടുത്ത അമ്പലത്തിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. സാറിന്റെ പ്രോ ഡ്രൈവിങ്ങിന് ശേഷം എന്റെ ഡ്രൈവിംഗ് ഒന്ന് കാഴ്ചവെക്കാന്ന് വിചാരിച്ചു അല്ലേ? അപ്പോൾ അവിടെ ചെന്ന് കാണാം. യെസ്, അവിടെ പോയിട്ട് എല്ലാം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നേരെ ഇരട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് കാണിക്കാം. ഓക്കെ, മതി, ഈ ഫോൺ പിടിച്ചേക്കോ. അല്ല, പ്രസാദം തരുന്നതാ അത്. എന്റെ ശരിക്ക് ഞാൻ അവിടെ ഇട്ടു. ഭക്ഷണം ഒതുക്കി കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചേക്കാം. ഇത് ജോലി കൊടുക്കാം. അത് അടച്ചു വെച്ചേക്കാം, വീട്ടിൽ കൊടുക്കാം. മാമാനംകുന്ന് ദേവീക്ഷേത്രം, മഹാവിഷ്ണുവിനും ദേവിയാണ് നമ്മൾ തൊഴുന്നത്. ദേവി കറങ്ങിയും തോന്നില്ല. ശിവനാണ് മൂർത്തിയല്ലേ? അങ്ങനെ തൊഴുത് അവിടുന്ന് കഴിച്ച്. അതെ, നമ്മൾ നട അടയ്ക്കുന്നതിന്റെ കുറച്ച് ജസ്റ്റ് നമ്മൾ തേങ്ങ മുട്ടി ഇതൊക്കെ കഴിഞ്ഞ് അപ്പാടെ ഇതും കഴിഞ്ഞാൽ നട അടച്ചു. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതായി പോയല്ലേ, തൊഴാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായി പോയേനെ. നടന്ന് പറയാം. അങ്ങനെ നമുക്ക് മാമാനംകുന്ന് അമ്പലത്തിലെ പ്രസാദവും പിന്നെ ഗണപതി ഹോമത്തിന്റെ അപ്പവും അവിലും എല്ലാം കൂടിയിട്ട് നോക്കി. അപ്പവും അവിലും ജ്യോതിഷിന് സ്പെഷ്യലായിട്ട് കൊടുത്തത്. നല്ലതാ. ഒരു ചെറുതും കൂടി ബാക്കി ജ്യോതിക്ക് ഈ ബാഗിൽ വെച്ചാൽ മതി. അതിലും കൂടി ഈ ബാഗിനകത്ത് ഇട്ടാൽ മതി. ഇതോ ഭാഗ്യം 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 അല്ലേ? കിട്ടി കഴിഞ്ഞാല് സന്തോഷായി.
ആ കൊള്ളാലോ. നല്ല പായസം. നല്ല പായസമാണ് അല്ലേ? അവിടുത്തെ നല്ല പായസമായിരുന്നു. അതോ ഇപ്പൊ വൈകിട്ടല്ലേ ഇവിടെ തൊഴാൻ പറ്റിയ ഭംഗിക്കല്ലേ? ആ ഈ ഒരു ബാഗിനകത്ത് വെച്ചോ. എന്താ മോളെ അനുരാധ? ഞങ്ങൾ ഫൈനലി അങ്ങനെ കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു. അത് ഇച്ചിരി ഇച്ചിരി ഓവറാ. ഇല്ല ഈ ലോക്കിലിരിക്കുന്നത് ലോക്കിൽ നടക്കുന്നത്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അമ്പലത്തിൽ തൊഴാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ജ്യോതിഷിന്റെ വീട്ടിന്റെ അടുത്ത് ഏച്ചൂര് ഇവിടെ ഒരു കഴിക്കാനൊരു സ്ഥലം കിട്ടി. അങ്ങനെ അവിടേക്ക് നമ്മൾ കഴിക്കാനായിട്ട് വന്നു. പിന്നെ എവിടെ പോയാലും ഇവിടെ ആരാധകരാണ് മൊത്തം. ആരാധികമാര് ഇങ്ങനെ പുതിയാണ്. പക്ഷെ നമുക്ക് വെജിറ്റേറിയൻ കട അന്വേഷിച്ച് കിടന്ന് ഒരിടവും കിട്ടാനില്ല വെജിറ്റേറിയൻ. ഇവിടെ വെച്ചിട്ട് വെജിറ്റേറിയൻ അടിക്കാന്ന് വിചാരിച്ചു. നോൺ വെജ് കടയിലെ വെജിറ്റേറിയൻ. അങ്ങനെ ഭക്ഷണത്തിലൊന്നും അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ വെറുതെയാണ്. നമ്മുടെ മനസ്സിന്റെ ഏറ്റവും എന്താ പറയാ ശുദ്ധിയാണ് പ്രധാനം. അല്ലാതെ നമ്മൾ അത് കഴിച്ചു ഇത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വസ്ത്രം ധരിച്ചു ഇങ്ങനെ വസ്ത്രം ധരിച്ചു എന്ന് കാര്യമില്ല. നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ് വിശുദ്ധി എന്ന് നമ്മൾ കരുതുന്നത്. കഴിക്കട്ടെ, ഫുഡ് കഴിക്കട്ടെ. യെസ്, ഓക്കെ. കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? നല്ലതല്ലേ? നല്ല അറിയാം. ടേസ്റ്റ് ഉണ്ടാവും. നൈസ്. അയ്യോ, നല്ലൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളത് ലിഫ്റ്റിലേക്ക് എത്തി. ഇനിയിപ്പോ ഒരു സുഖമായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം. ഭഗവാനെ, നല്ല ക്ഷീണമുണ്ട്. ഈ രാവിലെ ഉറക്കം, സത്യം ഉറക്കം, വൈകിട്ടത്തെ ഉറക്കം നല്ല അടിപൊളിയായിട്ട് കിടന്ന് തന്നെയാണ്. ഒന്ന് ഉറങ്ങണം. ഇനി റൂമിന്റെ കാർഡാണ് ഇനി അന്വേഷിക്കേണ്ടത്. കാട് മര്യാദയ്ക്ക് തപ്പി എടുക്കാം. എന്റെ ബാഗിനകത്ത് ഉണ്ടാകുമ്പോ ഈ കാട്ടിനകത്ത് എവിടെ വീണത് എനിക്കറിയാൻ വയ്യ. എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഒരു കണ്ടുപിടിക്കാനുള്ളൊരു കാട് വാങ്ങി ഒന്ന് കയറാൻ പറ്റൂല. എവിടെയെങ്കിലും പോയിട്ട് അത്യാവശ്യം എന്റെ പൊന്നെ, ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതുപോലെ വീട്ടിലേക്ക് ഞാൻ കാറിലിട്ടെങ്കിൽ കാണാൻ പോയി എടുക്കോ? നന്നായി. കാറിലോട്ട് ഇടാൻ വേണ്ടി ആരാ പറഞ്ഞേ? ഉണ്ടായിരുന്നോ? ഇല്ല, അറിയാൻ വയ്യ. ഞാൻ ഇവിടെട്ടെന്ന് ഉണ്ട്. അങ്ങനെയൊന്നും ഞാൻ മിസ്സാക്കത്തില്ല. മടുത്തു. ഉടനെ അങ്ങനെയൊക്കെ പറ്റിണ്ടോ? ആദ്യം പോയിട്ട് വീടിന്റെ താക്കോല് മറന്നു പോവാ. ഇതുപോലെ തന്നെ റൂമിന്റെ താക്കോല് എപ്പോ പോയി എപ്പോ വന്നറിയോ? സമയം 9:45 കഴിഞ്ഞു. അയ്യോ, എന്ത് അലങ്കോലായി. എന്റെ ഒരു സാധനം അലങ്കോലൊന്നും ഇല്ല. ആ ചവലും ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു അലങ്കോലും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആയി എന്ന് നമുക്കറിയാം അല്ലേ? വന്നപ്പോൾ തൊട്ടുള്ളത്. ഇനി നാളെ പുതിയ വീഡിയോ ഉണ്ട്. സോ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ലോങ് ആയാൽ നിങ്ങൾക്ക് കാണാനും ബോറടിക്കും അല്ലേ? സോ ബൈ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.